സ്വസ്തി സ്വസ്തി ത്രിയേക ദൈവം സ്വസ്തി പ്രതിജനഭിന്നമായി മധ്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി വിശ്വവിഗതാഗമേ സ്വസ്തി സ്വസ്തി ത്രിയേക ദൈവമേ സ്വസ്തി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് നൽകി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഇതൊരു ഭജൻസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി പഴയകാല ചില ക്രിസ്തീയ ഗാനങ്ങൾ ഒരു ട്രിബ്യൂട്ട് എന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രൊഫഷണൽസ് ഒന്നുമല്ല. അപ്പോൾ അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ, പോരായ്മകളൊക്കെ എപ്പോഴും കാണിക്കുന്നത് പോലെ ഇന്നും ഞങ്ങളോട് ക്ഷമിക്കണം, സഹകരിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് മുൻപോട്ടുള്ള പാട്ടുകൾ പാടുവാനുള്ള ഞങ്ങളുടെ പ്രചോദനം. അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരു രൂപങ്ങളുമുണ്ട്. ആകാശത്തിന് കീഴിലുള്ളതോ ഭൂമിയിലുള്ളതോ വെള്ളത്തിനടിയിലുള്ളതോ ആഴങ്ങളിലുള്ളതോ ഒന്നിനും കൊണ്ട് ഒരു രൂപങ്ങളും ദൈവം എന്നുള്ള നിലയിൽ കൊത്തി ഉണ്ടാക്കരുതെന്ന് ദൈവം കണിശമായി ഓർപ്പിക്കുന്നുണ്ട്. കാരണം ഏക സത്യദൈവം ഒരുവൻ മാത്രമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം നിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആശീർവാദങ്ങൾ, അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളേ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളേ, ഏക സത്യ ദൈവമേയുള്ളൂ. സത്യദൈവമുണ്ട്, ഏക
നിങ്ങളുടെ പ്രോത്സാഹനം ഇവിടെ കേട്ടില്ല. താങ്ക് യു സോ മച്ച്. ചോദിച്ചു മേടിക്കുക. താങ്ക് യു. ടി കെ സാമുവേൽ പറഞ്ഞ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ ദാസൻ താൻ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ഗാനം, അതും ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന, ക്രിസ്തു കേന്ദ്രീകൃതമാകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം. പ്രിയമുള്ളവരെ, പഴയ ഗാനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് കർത്താവദാസൻ ഇന്ന് പകൽക്കാലം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർ എഴുതിയെടുത്ത, അല്ലെ അവരുടെ അനുഭവങ്ങളിൽ കൂടെ അവർ സ്വായത്തമാക്കിയ
ആ ജീവനാണ് ആ പാട്ടിൽ അവർ നൽകിയിരിക്കുന്നത്. അതാണ് നമ്മളെ ഇന്നും ആ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ഏറെ പ്രചോദനവും അനുഗ്രഹവും സമാധാനവും ഒക്കെ ലഭിക്കുന്നത്. അപ്രകാരമുള്ള ഒരു മനോഹര പഴയ ഗാനം നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ ആലപിക്കുന്നു, നിങ്ങളുടെ അനുഗ്രഹത്തോടെ.